ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ വീട്ടിലൊരു ഡേ മൈ ലൈഫാണ്. പിന്നെ നമുക്ക് അജിരാവും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അടുക്കളേൻ്റെ ഡോറട് തുറന്നപ്പോഴേ പൂച്ചയായിരുന്നു കേട്ടോ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഉമ്മ പത്തിരിയൊക്കെ കുഴച്ച് പരുത്തിങ്ങാണ്ട് ചൂടാനൊരുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ചൂടാൻ വേണ്ടിയിട്ട് നിന്ന് എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഓരോ ഭാഗമായിട്ട് ഇതാ പൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലേന്ന് നമുക്ക് ചിക്കൻ കറി ആണെങ്കിൽ പിറ്റേന്ന് പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ചിക്കൻ കറിയും അതുപോലെ പത്തിരിയും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചിക്കൻ കറി ഒന്ന് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചിക്കൻ കറിയും പത്തിരിയും തേങ്ങ അരച്ച് വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണ്ടേ കേട്ടോ. അങ്ങനെ ഇതാ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ചെറിയ വലുപ്പത്തിലാണ് കേട്ടോ പത്തിരി പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5-6 ഈ ഒരു പാനിൽ പോട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് അമ്മ കുഴച്ചിങ്ങാണ്ട് പരത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പരത്തലും ഞാൻ ചുടലുമാണ് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും കുഴക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവസാനമായിട്ട് പത്തിരിയൊക്കെ ചുട്ടു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി. തലേന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നായിട്ട് ഉമ്മാൻ്റെ അനിയത്തിനോടെ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഈ ചെടിയൊക്കെ. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ തലേന്ന് ചിക്കൻ കഴിക്കാത്തവർക്ക് ചിക്കൻ ഫ്രൈ, കഴിക്കാത്തവർക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പത്തിരിക്കിട്ട് പിന്നെ തേങ്ങ അരച്ചിങ്ങാണ്ടാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. തലേന്ന് സാധാ രീതിയിൽ മുളകിട്ടതായിരുന്നു. ഇന്നിപ്പം പത്തിരിക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം തോനെ കറി വേണം. അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചിങ്ങാണ്ട് അങ്ങോട്ട് കറി ഉണ്ടാക്കി കേട്ടോ. എനിക്ക് എൻ്റെ ബ്രദറിനൊന്ന് മുക്കത്താക്കി കൊടുക്കാണ്ടായിരുന്നത്. അങ്ങനെ അവന് മുക്കത്താക്കി തിരിച്ച് വന്നപ്പോഴേക്കും ഉമ്മ അലക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വരുന്ന സമയത്ത് കുറച്ച് സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല ചൂടാണല്ലോ, അപ്പോൾ സിപ്പപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഉമ്മ ചോറൊക്കെ ആക്കിയിട്ടായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന സമയത്ത് ഞാൻ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 മാങ്ങ നല്ല പോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിക്കുക. അപ്പോഴേക്കും ഇന്ന് വെണ്ടക്കറിയാണ് മുളകിടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉമ്മ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പോലെ പഴുത്ത മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റിയിട്ട്. അങ്ങനെ ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ നല്ല കട്ടപ്പാലുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് കട്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ പാലും കൂടി ഒഴിച്ച് പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കേട്ടോ. അങ്ങനെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തപ്പോഴേക്കും മൊത്തത്തിൽ തെറിച്ചങ്ങോട്ട് ചിന്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ജാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്നു കേട്ടോ. കുറച്ചുകൂടി വലുപ്പമുള്ള ജ്യൂസിൻ്റെ ജാർ എടുക്കാൻ വിട്ടുപോയിട്ടോ. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം എല്ലാം നമുക്ക് നല്ല പക്ക ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കുക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറും അതുപോലെ മിക്സിയും എല്ലാം ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ടേബിൾ മേൽ പിന്നെ നമ്മളെ ചുമരുമേലൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ നമ്മൾ മാങ്ങ കട്ട് ചെയ്ത തൊലിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ലാസ്റ്റ് ചെമ്പട്ടിയിലേക്ക് ജ്യൂസ് അടിച്ചെടുത്തതും കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പുറത്തേക്ക് പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് ജ്യൂസ് അടിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഏതായാലും അതൊക്കെ കുടിച്ച് റാത്തായിട്ട് അമ്മക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒന്ന് തൊലി കളഞ്ഞു കൊടുത്തു കേട്ടോ. പെരുന്നാളൊക്കെ ആണല്ലോ, എന്താണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിട്ടോ. അതിന് ഞാൻ വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളി ഉണ്ട്, അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസിലേ നിങ്ങൾക്ക് ഇതുപോലത്തെ ടിപ്സ് അതുപോലെ മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അങ്ങനത്തെ വീഡിയോ കാണാനാണോ അല്ലെങ്കിൽ സാധാ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോണ വീഡിയോ കാണാനാണോ ഇഷ്ടം എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോഴേക്കും ഉമ്മ വെണ്ടയ്ക്കൻ്റെ കറി അതുപോലെ വഴുതനങ്ങ ഉപ്പേരി വെച്ചതും പിന്നെ പരിപ്പും മുരിങ്ങൻ്റെ ഇല കറി വെച്ചതും ഉണക്കൽ മീനും ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചയത്തെ ലഞ്ച്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വണ്ടിമേലാണ് പോന്നിട്ടുള്ളത്. പിന്നെ പയമ്പറമ്പെത്തിയപ്പോൾ ഒരാൾക്ക് കാലുവേദന പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇറങ്ങിയിട്ടോ.
പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലെത്തി ഒരു പാൽ ചായ ഉണ്ടാക്കി. വരുന്ന വഴിക്ക് നമ്മൾ സമൂസയും പഴംപൊരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഇന്ന് അജ്ജിരാവ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. പിന്നെ നാളെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പിനേക്കുള്ള ചോറും കൂടി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ തീ കൂട്ടി എടുത്തിട്ട് ഞാൻ മൺകലം വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വെണ്ടക്ക കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ സാബുനരി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെന്തണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുമായിരുന്നേ. സാബുനരി ആകുമ്പോഴേ കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരമൊക്കെ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ 2 പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പാൽവായക്കിനോട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഴം ഇട്ടാൽ വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഴമാണ് എടുത്തത് കേട്ടോ. അതൊക്കെ ഒരു 4 കഷ്ണം കട്ട് ചെയ്ത് കണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ ഏലക്കായും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ലാസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പഴംപൊരി ഉണ്ടാക്കുക അല്ലെങ്കിൽ ബ്രെഡ് പൊരി ആക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ സാബുനരി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പോരുന്ന വഴിക്ക് പാലും അതുപോലെ പഴം വാങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു പാൽവായ്ക്ക ഉണ്ടാക്കാമെന്നുള്ളതിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇത് മൊത്തം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കാരവും മൊത്തമായിട്ട് അങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തങ്ങാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ വെന്തണോ ഇല്ലെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ട് ഞാനിതാ നല്ല പോലെ തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതാ ചെമ്പുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ കൈയോടെ ഒന്നിങ്ങോട്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ. കുറച്ച് നേരം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. ഇതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് നല്ല പോലെ തന്നെ കേക്ക് എടുക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേമാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. ആദ്യം മുതലേ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് വരുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും കേട്ടോ, എനിക്ക് ചെടി എന്ന് വെച്ചാൽ അത്രക്കും ഭ്രാന്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെടീനെ നല്ല പോലെ നോക്കുക എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ കണ്ടാലും ചെടി എടുത്തുകൊണ്ട് വരെ. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാൽവായ്ക്കയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ കാണും. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.